ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 ഇംഗ്ലീഷ് ഓണം എക്സാമിനേഷന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഗ്രാമർ ആൻഡ് ഡിസ്കോഴ്സസ് പോർഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഗ്രാമറിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിക്കേണ്ട കാര്യമാണ് ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസിൽ 3 കണ്ടീഷൻസ് പഠിച്ചു വെച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് സെറ്റ് ആയിക്കോളും. ഇഫ് ക്ലോസ്. അപ്പോൾ ഇഫ് ക്ലോസിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ടഡ് സ്പീച്ചും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. റിപ്പോർട്ടഡ് സ്പീച്ച്, ഇഫ് ക്ലോസും റിപ്പോർട്ടഡ് സ്പീച്ചും മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൺകോഡ് അഥവാ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്നാണ് പറയുക അല്ലേ. കൺകോഡിന് കുറച്ചധികം 10-13 നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1-2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. കൺകോഡ് നിങ്ങൾക്ക് +1 മസ്റ്റായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് കൺകോഡ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പറയുകയാണെങ്കിൽ ഇത് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. ചോദിക്കില്ല എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ടെൻസിൻ്റെ ചോദ്യങ്ങൾ ടെൻസ് വെച്ചിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പിന്നെ എഡിറ്റിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ 8 മുതലേ കേട്ട് വരുന്ന സംഭവമാണല്ലോ എഡിറ്റിംഗ്. അപ്പോൾ എഡിറ്റിംഗ് മസ്റ്റായിട്ടും ചോദിക്കുന്നതാണ്. എഡിറ്റിംഗ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോകണം. പിന്നെ വരുന്നതാണ് നമ്മുടെ കൊഹസീവ് ഡിവൈസ്. ഇത് ചിലപ്പോൾ പഠിച്ചിട്ടുള്ളവർ പഠിച്ചിട്ടുണ്ടായിരിക്കും. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ പേജ് നമ്പർ 27 കറക്റ്റായിട്ട് അത് തുടങ്ങുന്നുണ്ട് കൊഹസീവ് ഡിവൈസ്. പിന്നെ 28 അതിനെക്കുറിച്ചിട്ടൊരു 10 ചോദ്യങ്ങൾ എക്സർസൈസസും ഉണ്ട്. ഓക്കെ. പിന്നെ കൊഹസീവ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ ആ ചാപ്റ്ററിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ഒരു കൊഹസീവ് ഡിവൈസിൻ്റെ എക്സർസൈസസ് ഒക്കെ ഉള്ളത്. പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതുവരെ കൊഹസീവ് ഡിവൈസ് പഠിച്ചിട്ടില്ല, ഓക്കെ, അല്ലെങ്കിൽ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഒന്നും സെറ്റ് ആകുന്നില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ 10 ചോദ്യങ്ങൾ, ഒരു എക്സർസൈസസ് ഉണ്ട്. അപ്പോൾ ആ 10 ചോദ്യങ്ങൾ ആൻസർ കണ്ടെത്തി ആ 10 ചോദ്യങ്ങളും അതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ 10 ചോദ്യത്തിൽ നിന്ന് തന്നെ ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. മുൻവർഷങ്ങളിൽ പലതും ടെക്സ്റ്റ് ചെയ്യുന്നതിന് അതേപടി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, മീൻസ് കൊഹസീവ് ഡിവൈസ് എന്താണെന്നേ ഇതുവരെ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 10 ചോദ്യങ്ങളും ആൻസേഴ്സ് ഒന്ന് പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ അതിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട്. മുൻവർഷത്തിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് +1 ഇംഗ്ലീഷ് ഓണം എക്സാമിന് നമ്മുടെ ഡിസ്കോഴ്സസ് ഏതൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്കോഴ്സസിൽ നമുക്ക് ലെറ്ററിൻ്റെ ഫോർമാറ്റ് പഠിച്ചിട്ട് തന്നെ പോകണം. ലെറ്റർ ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ലെറ്റർ എന്ന് പറയുമ്പോൾ ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും കേട്ടോ. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, മുൻവർഷങ്ങളിൽ ഒരുപാട് തവണ ലെറ്റേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മുടെ പ്രൊഫൈൽ സത്യം പറഞ്ഞാൽ +1 ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് പറയാം. കാരണം +2 പ്രൊഫൈൽ ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ എളുപ്പമല്ലേ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൽ നമ്മൾ എളുപ്പമാണെന്ന് വെച്ച് നമ്മൾ ആ പ്രപ്പോസിഷൻസിലൊന്നും മിസ്റ്റേക്സ് വരുത്താൻ പാടില്ല കേട്ടോ. ശ്രദ്ധിച്ച് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇമെയിലിൻ്റെ ഫോർമാറ്റും പഠിച്ചിട്ട് പോകണം. പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇമെയിലും. ഓക്കെ, അപ്പോൾ ഈ ലെറ്ററും ഇമെയിലും ഒക്കെ പഠിക്കുമ്പോൾ എന്താണ്, ഫോർമൽ ലെറ്ററിൻ്റെയും ഇൻഫോർമൽ ലെറ്ററിൻ്റെയും അതുപോലെ തന്നെ ഫോർമൽ ഇമെയിലിൻ്റെയും ഇൻഫോർമൽ ഇമെയിലിൻ്റെയും ഒക്കെ ഫോർമാറ്റുകൾ വ്യത്യസ്തമാണ്. അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇനി സ്പീച്ചിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. സ്പീച്ച് എങ്ങനെ തുടങ്ങാം, ഇൻട്രൊഡക്ഷൻ എന്ത് കൊടുക്കാം, കൺക്ലൂഷൻ എന്ത് കൊടുക്കാം, അതൊക്കെ ഇപ്പോഴേ തപ്പിയെടുത്ത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോകുമ്പോൾ അതൊന്നും നമുക്ക് ആലോചിക്കേണ്ട. ഇടയിലുള്ള കണ്ടൻറ്റ് മാത്രം നമുക്ക് ക്വസ്റ്റൻ അനുസരിച്ച് കയറ്റി കൊടുത്താൽ മതി. പക്ഷേ സ്പീച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാനൊക്കെയുള്ള ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കോഡ്സുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് കേട്ടോ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കോഡ്സ് എന്ന് എടുക്കുമ്പോൾ നമ്മുടെ ചാപ്റ്ററുമായിട്ട് ബന്ധമുള്ള കോഡ്സ് എടുക്കണം, അല്ലാണ്ട് എടുക്കാൻ നിൽക്കരുത്. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പറയണേ, നമ്മൾ മോട്ടിവേഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ പറ്റിയിട്ടും നമുക്കൊരു ബ്രേവ്നെസ്സും ഒക്കെ തരുന്ന ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ലെവലിലുള്ള ചാപ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ ആ ഒരു ലെവലിലൊക്കെയുള്ള കോഡ്സുകൾ ഗൂഗിൾ ചെയ്ത് തപ്പിയെടുത്ത് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ സ്പീച്ചിനൊക്കെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്തും ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗത്തും ഒക്കെ നിങ്ങൾ 1-2 കോഡ്സൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. നമ്മുടെ അബ്ദുൽ കലാം സാറിൻ്റെയൊക്കെ കോഡ്സുകളൊക്കെ ഒത്തിരി ഉണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ടെത്തി പഠിക്കാൻ പറ്റുന്നതൊക്കെ പഠിച്ച് ഇൻക്ലൂഡ് ചെയ്ത് പോവുക. ഓക്കെ, ഓവർ ആക്കരുത് കേട്ടോ. പിന്നെ അടുത്ത് നമ്മുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എളുപ്പമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ടൈം സേവ് ചെയ്ത് എഴുതാൻ പറ്റുന്നൊരു ഡിസ്കോഴ്സ് ഭാഗമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് അത് സിമ്പിൾ അല്ലേ, പ്രത്യേകിച്ച് വേറെ ഒന്നും ഓർക്കാനില്ലല്ലോ. ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് +1 വരുന്നത് 8 മാർക്കിന് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പുറമേ നിന്നുള്ള ഒരു പോയം തരും, ആ പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും അല്ലേ. അപ്പോൾ അത് മുൻവർഷങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഒരു അൺസീൻ പോയം അപ്രിസിയേഷൻ എഴുതാൻ കാണും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പിന്നെ നമുക്ക് എപ്പോഴും വരുന്ന സംഭവമാണ് ഇംഗ്ലീഷ് എക്സാമിന് ആർട്ടിക്കിൾ എഴുതാൻ ചോദിക്കാം, എസ്സേ എഴുതാൻ ചോദിക്കാം, നറേഷനോ സമ്മറിയോ എഡിറ്റോറിയലോ റൈറ്റപ്പോ പാരഗ്രാഫ് റൈറ്റിങ്ങോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഹെഡിങ് ഒക്കെ കൊടുക്കണം. അതായത് 6 മാർക്കും 8 മാർക്ക് ലെവൽ ചോദ്യത്തിലാണ് ഇതുപോലെ ആർട്ടിക്കിളും എസ്സേയും എഡിറ്റോറിയലൊക്കെ എഴുതാൻ വരുന്നുണ്ടെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ട് പാരഗ്രാഫ് തിരിച്ച് എഴുതി പോകാൻ ശ്രമിക്കാം. ഓക്കെ, അല്ല ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക റൈറ്റപ്പൊക്കെ എഴുതാൻ ഒരു 4 മാർക്കിനാണ് ചോദിക്കുന്നതെന്ന് വെച്ചോ, അങ്ങനെയെങ്കിൽ ഹെഡിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഒറ്റ പാരഗ്രാഫിൽ അവിടെ എഴുതി നിർത്തിയാൽ മതി. പക്ഷേ 6 മാർക്കിനും 8 മാർക്കിനും ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ലെവൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഹെഡിങ്ങും എഴുതണം, പാരഗ്രാഫുകൾ തിരിച്ച് തന്നെ അവിടെ എഴുതണം. ഒറ്റ പാരഗ്രാഫൊക്കെ എഴുതി കഴിഞ്ഞാൽ പകുതി മാർക്കേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ചോളണം. ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ ക്യാരക്ടർ സ്കെച്ച്. ക്യാരക്ടർ സ്കെച്ച് അറിയാമല്ലോ, നമ്മൾ പണ്ട് മുതലേ എഴുതി വരുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഇപ്പോൾ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ചാൻസ് ഉള്ളത് മാഗിയും അതുപോലെ തന്നെ മിസ്റ്റർ ഗുപ്തയുടെ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് നമ്മുടെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, മാഗിയും മിസ്റ്റർ ഗുപ്തയൊക്കെ. അപ്പോൾ ക്യാരക്ടർ സ്കെച്ചിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ലൈബ്രറിൻ്റെ നോട്ട്സോ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പഠിക്കാൻ പറ്റുന്ന ക്യാരക്ടർ സ്കെച്ച് ഇവരുടെ രണ്ടുപേരെയൊക്കെ ഒന്ന് ഫുള്ളി പോയിൻറ്റ്സ് എല്ലാം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ എക്സാം ടൈമിൽ നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് ആലോചിച്ച് ടൈം വേസ്റ്റ് ആക്കണ്ട. ഓക്കെ, പഠിച്ച് വെച്ചിട്ടുള്ളത് എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ മാക്സിമം അത് ക്യാരക്ടർ സ്കെച്ചിൻ്റെ കാര്യത്തിൽ മാക്സിമം അത് പഠിക്കാൻ പറ്റുന്ന പോലെ ബൈ ഹാർട്ട് ആക്കിയിട്ട് പോയാൽ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഒരു കാര്യം കൂടി പറയുകയാണെ, നമ്മുടെ +1 പബ്ലിക് എക്സാമിനും അങ്ങോട്ടുള്ള പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന 2 ഡിസ്കോഴ്സ് ചോദ്യങ്ങളാണ്. ഒന്ന് ട്രാവൽ ഇൻഫോ എഴുതാനും അതുപോലെ തന്നെ ട്രാവൽ എസ്സേ അഥവാ ട്രാവലോഗ് എഴുതാനും. ഈ ട്രാവൽ എസ്സേ എന്ന് പറയുന്ന സംഭവം 8 മാർക്കിന് ചോദിക്കുന്ന എസ്സേ ആണ്. അപ്പോൾ എന്തായാലും അത് ഇപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ പോർഷൻസ് നോക്കിയ സമയത്ത് നമുക്ക് ട്രാവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകണം. കാരണം നിങ്ങൾക്ക് അല്ലാണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പല സ്കൂളുകാർക്കും പല ലെവലിലൊക്കെ പോർഷൻസും ഡേറ്റും അങ്ങനെയൊക്കെയല്ലേ, കറക്റ്റ് ഒഫീഷ്യലി അല്ലല്ലോ നിങ്ങളുടെ ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ ഒന്നും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാവൽ റിലേറ്റ് ചെയ്തുള്ള ചാപ്റ്റേഴ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പോർഷൻസ് കൂടി ആ ഡിസ്കോഴ്സ് കൂടി നോക്കിയിട്ട് പോവുക.